ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ വില അറിയുന്നില്ലായിരിക്കാം, നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ ശക്തി അറിയുന്നില്ലായിരിക്കാം, നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ അധികാരം തിരിച്ചറിഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷേ അധികാരസ്ഥരായ ശക്തി കൊണ്ട് നിറയപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗം ആളുകളുടെ മുന്നിലാണ് ഇന്ന് ഞാൻ വന്ന് നിൽക്കുന്നതെന്ന് ഓർക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട്. അത്രയൊക്കെ ശക്തി ഞങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമായിട്ട് നിങ്ങൾ വചനം കേൾക്കുകയും വചനം പഠിക്കുകയും വചനം ജീവിതത്തിൽ അനുവർത്തിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളാണ് ഏറ്റവും വലിയ ശക്തിമാന്മാരെന്ന് പറയുന്നത്. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? പ്രൈസ് ഗോഡ്. ലോകത്തിലെ ശക്തികളെക്കാൾ അപ്പുറമാണ്. കാരണം വചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്, വചനത്തിൻ്റെ ശക്തിയിൽ നിന്നുകൊണ്ട് നമ്മളൊരു കാര്യം കൽപ്പിക്കുമ്പോൾ അത് അതുപോലെ നടക്കും, അതുപോലെ സംഭവിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഓർക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സിലേക്ക് നമുക്ക് പോകാം. ഇന്നൊരു എലീറ്റ് സ്പോൺസറാണ് ജോ ആൻഡ് സംഗീത ഫ്രം കൂട്ടിക്കൽ. ഇന്ന് അവരുടെ ഇളയ മകൻ ഡോമിനിക് ജോയുടെ 18ാമത്തെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ ഡോമിനിക്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ ആത്മീകമായിട്ടും ഭൗതികമായിട്ടും ഡോമിനിക് ബലപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവൻ്റെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി അവനുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നലെയൊക്കെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠന പരമ്പര നടക്കുകയാണ്. കടന്നു വരാൻ താല്പര്യമുള്ള എല്ലാ പ്രിയപ്പെട്ടവരും നേരിട്ട് വരികയാണ്. നിങ്ങൾക്കൊരു ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങുവാൻ സാധിക്കും. അത് നിങ്ങളുടെ പഠനത്തെ കുറച്ചുകൂടെ ശക്തിപ്പെടുത്താനും ഉത്തേജിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമായിരിക്കും. കർത്താവ് അതിനുവേണ്ടി നിങ്ങളെല്ലാവരെയും ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഈ ആഴ്ചയിൽ നമ്മൾ ജോസഫിൻ്റെ കഥയുടെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേസിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞു. ആൻഡ് ദിസ് ക്യാൻ ബി യുവർ സ്റ്റോറി. ഇത് നിങ്ങളുടെ കഥയും ആകാം. സോ ജസ്റ്റ് ഒരു ബൈബിളിലെ ക്യാരക്ടറിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിനപ്പുറത്ത് റിലേറ്റ് എവറിത്തിങ് ടു അവർ ഡെയിലി ലൈഫ്, അവർ ഓൺ ലൈഫ്, റിയൽ ലൈഫ്. ഇപ്പം നമ്മൾ 37-ാം അധ്യായത്തിൽ ആരംഭിച്ച് ഇപ്പം 41-ാം അധ്യായത്തിൽ വന്ന് നിൽക്കുകയാണ്. 41-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഫറവോന് 2 സ്വപ്നമുണ്ടാകുന്നു. ആ രാജ്യത്ത് ആർക്കും അതിനൊരു വ്യാഖ്യാനം കൊടുക്കാൻ സാധിച്ചില്ല. ആൻഡ് ഹി വാസ് സോ സാഡ്. കാരണം എന്താണ് അർത്ഥമെന്ന് മനസ്സിലാകുന്നില്ല. കണ്ട സ്വപ്നം ഓർമ്മയുണ്ടല്ലോ. സ്വപ്നം ഇതാണ്: ഒരു നദിയിൽ നിന്ന് 7 കൊഴുത്ത് തടിച്ച സ്ലീക്കായ പശുക്കൾ കയറി വരുന്നു. അതിങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാങ്ങണയുടെ ഇടയിൽ. ആ സമയത്ത് ആ നദിയിൽ നിന്ന് തന്നെ മെലിഞ്ഞ് വിരൂപമായി എല്ലും തൊലിയുമായ 7 പശുക്കൾ കൂടെ കയറി വന്നു. രണ്ടാമത് വന്ന മെലിഞ്ഞ പശുക്കൾ കൊഴുത്ത പശുക്കളെ തിന്നു. ഇതാണ് സ്വപ്നം. അപ്പോഴാണ് പാനപാത്രവാഹകൻ താൻ ജയിലിൽ കിടന്ന സമയത്ത് തന്നോട് സംസാരിച്ച ഒരു എബ്രായ യുവാവിനെക്കുറിച്ച് ഓർമ്മ വന്നത്. തനിക്കന്ന് വാക്ക് കൊടുത്തിരുന്നു, ഞാൻ ഫറവോനോട് പറയാമെന്ന്. പക്ഷെ 2 വർഷം സൗകര്യപൂർവ്വം താനത് മറന്നു കളഞ്ഞു. എന്നാൽ ആ തെറ്റ് ഓർത്തു പറഞ്ഞു. കുണ്ടറയിൽ നിന്ന് എന്ന് വെച്ചാൽ പ്രിസൺ ടു പാലസ്, ജയിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് പെട്ടെന്നായിരുന്നു തൻ്റെ വരവ്. ഞാൻ ചിലരെ നോക്കി പ്രവചിക്കാൻ, പെട്ടെന്നായിരിക്കും ചിലർക്കുള്ള ഉയർച്ചകൾ. പെട്ടെന്നായിരിക്കും ഒരു വിവാഹം നടക്കുന്നു, അതോട് ചേർന്ന് എല്ലാം മാറുന്നു. ചില പെൺകുട്ടികൾക്ക്, ആൺകുട്ടികൾക്കും വരാം. അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുന്നു, സകലവും മാറുകയാണ്. ഒരു ഇമെയിൽ, എല്ലാം മാറുക. ഒരു ഫോൺ കോൾ, സകലവും മാറുകയാണ്. സോ ദൈവത്തിന് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും. ദൈവത്തിന് വിവിധ വഴികളുണ്ട്. പക്ഷെ പലപ്പോഴും അനേക വർഷങ്ങൾ ദൈവത്തിന് വേണ്ടി കഷ്ടപ്പെട്ട, ദൈവത്തിന് വേണ്ടി പിടിച്ചു നിന്ന, പാപങ്ങളിൽ പോകാതെ പിടിച്ചു നിൽക്കുന്ന, വിശ്വാസം കളയാതെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവർക്ക് വേണ്ടി കർത്താവ് പെട്ടെന്ന് ചില ഉയർച്ചകളും അനുഗ്രഹങ്ങളും, ഒരു ട്വിസ്റ്റായിരിക്കും. സകല ശത്രുക്കളും വാ പൊളിച്ച് അവരുടെ ഉമിനീരയ്ക്ക് ഇങ്ങനെ ഒഴുകി നോക്കി നിൽക്കുമ്പോൾ
ദൈവം നിന്നെ ഉയർത്തി 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 അവർക്ക് എത്തിപ്പിടിക്കാനോ ഒന്നും സാധ്യമല്ലാത്തൊരു ഉയരത്തിൽ കൊണ്ടുപോയി എത്തിക്കും. ഓക്കെ, അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ആ സ്വപ്നത്തെ യോസഫ് വ്യാഖ്യാനിക്കുന്നു. സ്വപ്ന വ്യാഖ്യാനം മാത്രമല്ല, ഒരു വലിയ ഡിപ്ലോമാറ്റിനെ പോലെ, ഒരു രാജ്യതന്ത്രജ്ഞനെ പോലെ, വലിയൊരു രാജാവിൻ്റെ ഒരു വലിയ മിനിസ്റ്ററെ പോലെ, കൗൺസിലറെ പോലെ നിന്ന് വളരെ പ്രാക്ടിക്കബിളായ ഒരു കൗൺസിൽ, ഒരു ഉപദേശം കൊടുത്തു. എന്തൊക്കെയാണ് നീ ചെയ്യേണ്ടത്? ഇങ്ങനെ 7 സംവത്സരം വരും. അതിനുശേഷമുള്ള 7 സംവത്സരങ്ങൾ വലിയ ക്ഷാമമായിരിക്കും. അപ്പോൾ എന്തൊക്കെ പ്രീക്കോഷൻസ് എടുക്കണം? അതിൽ ഞാനൊരിടയ്ക്ക് ഒരു ദിവസം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, ദൈവം ഒരു അനുഗ്രഹം തന്നാൽ, ദൈവം എന്തെങ്കിലുമൊക്കെ തന്നാൽ ഭാവിയിലേക്ക് കൂടെ വേണ്ടി അതിന് ഒരു നീക്കിയിരിപ്പുണ്ടായിരിക്കണം. സാധാരണ കുടുംബങ്ങളൊന്നും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു കഷ്ടത വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത, സാമ്പത്തികമായി അവർ തകർന്നു പോകുന്നത്. എത്ര ചെറിയ എമൗണ്ടാണ് കയ്യിൽ വരുന്നതെങ്കിലും അതിൽ നിന്നൊരു ചെറിയ തുകയെങ്കിലും ഭാവിയിലേക്കെടുത്ത് മാറ്റാൻ ഒരു തീരുമാനം എടുക്കണം. അന്ന് തീരുമാനം എടുത്തില്ലെങ്കിൽ ഇന്ന് എടുക്കണം. മക്കളുണ്ടെങ്കിൽ മക്കൾക്ക് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിനോ ഭാവിയിലെ ആവശ്യങ്ങൾക്കോ വിവാഹത്തിനോ ഒക്കെ വേണ്ടി, നമ്മുടെ ഇവിടത്തേക്ക് രീതി അനുസരിച്ച് അമ്മയപ്പന്മാർ തന്നെയല്ലേ എല്ലാം മക്കൾക്ക് ചെയ്തു കൊടുക്കുന്നത്. പുറം രാജ്യങ്ങളിൽ അങ്ങനെയല്ല. 16 വയസ്സുള്ളപ്പോൾ തന്നെ അവർ ഇൻഡിപെൻഡൻ്റ് ആകാനും അവരവരായി തന്നെ ബിൽഡ് ചെയ്യാനും, വിവാഹത്തിലോട്ട് കയറി കുടുംബജീവിതത്തിലോട്ട് മാതാപിതാക്കൾക്ക് ഒരു സ്ട്രെയിനിങ് കൊടുക്കാതെ പോകുന്നൊരു കൾച്ചറാണ് പല രാജ്യങ്ങളിലുമുള്ളത്. എന്നാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ, പെൺകുഞ്ഞാണെങ്കിൽ ആൺകുഞ്ഞാണെങ്കിൽ, അവരവർക്ക് വേണ്ട രീതിയിൽ ചിലത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നേരത്തെ തന്നെ കണ്ട്, ചെറിയ ശമ്പളമാണെങ്കിൽ പോലും ചെറുതെങ്കിലും ഒന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ളവരുടെ സാമ്പത്തികത്തെയും ഭാവിയെയും ദൈവം അനുഗ്രഹിക്കും. ഉറുമ്പിൻ്റെ വീട്ടിൽ പോകാൻ പറഞ്ഞു അല്ലേ അതിനിടയ്ക്ക്. കാരണം ഒത്തിരി വീടുകളിൽ മടിയന്മാരാണ്. അപ്പം മടിയൻ, ആമക്കൾ മടിയൻ, പണിക്ക് പോവില്ല. അങ്ങനെയുള്ള ഒത്തിരി അങ്ങനെയുള്ള വീടുകളിൽ നിന്ന് അമ്മമാർ വന്ന് എൻ്റെ മുമ്പിൽ കരഞ്ഞിട്ടുണ്ട്. ഭർത്താവ് പണിക്ക് പോകുന്നില്ല, ആമക്കളും പണിക്ക് പോകുന്നില്ല, ഞാൻ വീട്ടിൽ ജോലി ചെയ്തു അതൊക്കെ കൊണ്ടുവരും, അതൊക്കെ മേടിച്ചുകൊണ്ട് പോകും, അതുപോയി കുടിക്കും. എത്ര ദുരിതമാണ്. പുരുഷന്മാർ ബ്രെഡ് വിന്നേഴ്സായി എഴുന്നേൽക്കണം, ഉത്തരവാദിത്വത്തോടെ എഴുന്നേൽക്കണം, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണം. എനിക്ക് അതിശയമുള്ളൊരു കാര്യമാണ്, ഒത്തിരി പെൺപിള്ളേരൊക്കെ ഒരു ജോലിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വരാറുണ്ട്. എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല. എനിക്കാണെങ്കിൽ മൊത്തം ജോലിയാണ്, എവിടെ തിരിഞ്ഞാലും ജോലി സാധ്യതകളാണ് ഞാൻ കാണുന്നത്. ഇതൊക്കെ കുഴപ്പമെന്ന് വെച്ചാൽ അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി 1 വർഷം 2 വർഷം 5 വർഷം 10 വർഷമൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അവരുദ്ദേശിച്ച ജോലിക്ക് വേണ്ടി. കിട്ടുന്ന എന്തിനെങ്കിലും ഒരു ഓൺലൈൻ ജോലി, അല്ലെങ്കിൽ എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കുന്ന, നാണക്കേടൊന്നും വിചാരിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഒരു ദിവസം പോലും വെറുതെ ഇരിക്കരുത്. എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ഡിഗ്രി ലാസ്റ്റ് ഇയർ ആയപ്പോൾ തന്നെ ഞാൻ ടീച്ചിങ്ങിലോട്ട് കയറാൻ തുടങ്ങി. കുറേശ്ശെ കുട്ടികളൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. ഡിഗ്രി കഴിഞ്ഞ് പ്രാക്ടിക്കൽ എക്സാം ഇന്ന് തീരുകയാണെങ്കിൽ പിറ്റേ ദിവസം ഞാൻ ജോലി കയറി ടീച്ചിങ്. അതോടൊപ്പം വേറെ പലതും ഒക്കെ ഞാൻ ചെയ്ത് അങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം. ഇന്ന് +1-നും +2-നും ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ചിലരൊക്കെ എനിക്കറിയാം +1 2 വരുന്ന കുഞ്ഞുങ്ങൾ രാവിലെ പത്രമിടാൻ പോകും, അതിനുശേഷം വേറെ എന്തെങ്കിലും ജോലിക്ക്, പിന്നെ കോളേജിൽ പോകും, പിന്നെ പഠിക്കാൻ പോകും, കാര്യങ്ങൾ ചെയ്യും, വൈകിട്ട് വന്നിട്ട് വീണ്ടും ജോലി. ഇങ്ങനെ കഠിനാധ്വാനികളായ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം മുതൽ തന്നെ ഒരു സമ്പാദ്യശീലം, എന്തെങ്കിലും ഒരു വരുമാനം, എല്ലാം മാതാപിതാക്കളുടെ തലയിൽ തന്നെ കൊണ്ടുപോയി വയ്ക്കാതെ ഒരു വരുമാനമുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ തൊഴിലിൽ പാർട്ട് ടൈമായി ഒക്കെ ചെയ്യാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കണം. മാതാപിതാക്കന്മാർ അതിനെ പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, അപ്പോൾ പ്രാക്ടിക്കൽ ഒരു ആലോചന കൃത്യമായി പ്ലാനൊക്കെ പറഞ്ഞു കൊടുത്തു. ആദ്യത്തെ 7 വർഷം ധാരാളമായി വിളവുള്ള സമയത്ത് എല്ലാ പട്ടണങ്ങളിലും ഗോഡൗണുകളുണ്ടാക്കി
കൊയ്തു വരുന്നതിൻ്റെ എക്സസ് എല്ലാം ശേഖരിക്കുക, 1/5 വിലയ്ക്ക് വാങ്ങാനും പറഞ്ഞു. അങ്ങനെ കളക്ട് ചെയ്യുന്ന ആലോചന പറഞ്ഞു. അവസാനം രാജാവ് ചെയ്തത് തന്നെ അതിനുവേണ്ടി അങ്ങ് നിയോഗിച്ചു. രാജാവ് തൻ്റെ കയ്യിൽ നിന്നും സിഗ്നറ്റ് എടുത്ത് മുദ്രാമോതിരം എടുത്ത് തൻ്റെ കയ്യിലിട്ട് കൊടുത്തു. ഇനി തന്നോട് ഭരിച്ചോളാൻ പറഞ്ഞു. പിന്നെ കല്യാണം നടത്തി കൊടുത്തു. 30 വയസ്സായി, കല്യാണം നടന്നിട്ടില്ല. ഞാനിവിടെ ഇന്നലെ ആ ഭാഗങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓനിലെ പുരോഹിതനായ പൊത്തീഫേറയുടെ മകൾ ആസ്നത്തിനെയാണ് വിവാഹം കഴിപ്പിച്ചു കൊടുത്തത്. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, വളരെ യോഗ്യതയുള്ള, മാന്യതയുള്ള, നല്ല സുന്ദരിയായ ഒരു പെങ്കൊച്ചിനെ ഫറവോൻ തന്നെ കണ്ടുപിടിച്ചു കൊടുത്തു. അപ്പോൾ ചിന്തിക്കുമായിരുന്നു, ദൈവം എല്ലാവർക്കും നല്ലൊരു ഭാവി കരുതി വെച്ചിട്ടുണ്ട്. യിരെമ്യാവ് 29:11 എല്ലാവർക്കും വേണ്ടി നല്ലൊരു ഭാവി കരുതി വെച്ചിട്ടുണ്ട്. എന്നാൽ കോളേജിൽ പഠിക്കുമ്പോൾ പലപ്പോഴും ചില റിലേഷൻഷിപ്സിൽ കുരുങ്ങി, ദൈവികമല്ലാത്ത ചില ബന്ധങ്ങളിൽ കുരുങ്ങി, ചേസ്റ്റിറ്റി നഷ്ടപ്പെട്ട്, വിർജിനിറ്റി നഷ്ടപ്പെട്ട്, അതിൻ്റെ വിഴുപ്പ് ഭാണ്ഡങ്ങളുമായി ജീവിക്കുന്ന യുവജനങ്ങളാണ് ഇന്ന് നമ്മുടെ ചുറ്റിലുമുള്ളത്. എന്നിട്ട് അവസാനം ആരെങ്കിലും കല്യാണം കഴിക്കും. അതിനുള്ളിൽ ഈ പഴയ ജീവിതത്തിലെ എക്സ്ട്രാ ബാഗേജസും സിൻഫുൾനെസ്സുമായിട്ടാണ് ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇതല്ലേ പല സ്ഥലത്തും സംഭവിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ എത്ര പേർ തയ്യാറാകും? യോസഫിൻ്റെ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു ഗുണപാഠം, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. യൂട്യൂബിൽ കാണുന്നവർ, ഫേസ്ബുക്കിൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആ ലൈവ് ചാറ്റിലൊന്ന് അടിച്ചിട്ട് ടൈപ്പ് ചെയ്തിടുക, വെയിറ്റ് ഫോർ ഗോഡ്സ് ടൈം. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. എല്ലാവരും ഒന്ന് വാതുറന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. എല്ലാവരും വാതുറന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. പ്രത്യേകിച്ച് ഞാനിപ്പോൾ വിവാഹജീവിതത്തിൻ്റെ കാര്യം പറയുന്നത്. ഇതിനു മുമ്പ് ഒരു വൃത്തികെട്ട സ്ത്രീ അവൻ്റെ പുറകെ കൂടി. പൊത്തിഫേറിൻ്റെ വൈഫ് ധനാഢ്യയായ സ്ത്രീയാണ്, നല്ല പൊസിഷനുള്ളതാണ്. പക്ഷേ അവൾ വൃത്തികെട്ട സ്ത്രീയായിരുന്നു. ഭർത്താവ് ജീവിച്ചിരിക്കുന്നു, അവൾക്ക് മക്കളുണ്ടാകും. അങ്ങനെയുള്ളൊരു സ്ത്രീ ആ വീട്ടിൽ ജോലിക്ക് വന്ന യുവാവിനെ പ്രീണിപ്പിച്ച് തൻ്റെ കൂടെ കൂട്ടുവാനുള്ളൊരു ശ്രമം നടക്കുകയാണ്. അവൻ്റെ ജീവിതത്തെ പിച്ചിപ്പറിക്കാൻ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ പൂമൊട്ട് ഇങ്ങനെ വിരിഞ്ഞു വരുമ്പോൾ തന്നെ അതിനെ കീറിക്കളയുന്നത് പോലെ ചെയ്യുവാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് അവിടെ നടന്നത്. ശ്രദ്ധിച്ചു കേൾക്കണേ. എന്നാൽ ദൈവകൃപയാൽ, ദൈവഭയമുള്ളത് കൊണ്ട് യോസഫ് അവിടെ നിന്ന് ഓടി. യുവാക്കന്മാരോട് ഞാൻ പറയുക, യുവതികളോട് പറയുകയാണ്, കുട്ടികളോട് ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള ബോയ് ഫ്രണ്ട്സും ഗേൾ ഫ്രണ്ട്സൊക്കെ ഒത്തിരി പുറകെ വരും. അത് ദൈവത്തിൽ നിന്നല്ലെങ്കിൽ, ഭാവിയിൽ ജീവിത പങ്കാളി ആകാനുള്ളതല്ലെങ്കിൽ, ഒരു രസത്തിന് വേണ്ടി എല്ലാവർക്കും, അവന് 40 ബോയ് ഫ്രണ്ട്സ് ഉണ്ട്, അവൾക്ക് 40 ബോയ് ഫ്രണ്ട്സ് ഉണ്ട്, ഇവൾക്ക് 28 ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരെണ്ണമെങ്കിലില്ലെങ്കിൽ എന്തിനു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒന്നിൻ്റെ പുറകെ കൂടിയാൽ വരാൻ പോകുന്ന വിപത്തുകൾ വളരെ വലുതാണ്. പക്ഷേ അത് lately, brother, there is a fashion, there is a lifestyle, this is how the world goes, so I am just flowing with the flow എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ മക്കളെ, വിചാരിക്കുന്നത് പോലെ എളുപ്പമല്ല. ഓരോന്നിലും കുരുക്കുകളിൽ, സ്നേഴ്സിൽ, കുരുക്കുകളിൽ, ചതിക്കുഴികളിലൊക്കെ വീണ് ഒത്തിരി പേരുടെ മാനസിക തകർച്ച, ഡിപ്രഷൻ, ഓരോ ബ്രേക്കപ്പിലും വരുന്ന മെൻ്റൽ ട്രോമ, ഇതൊക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ടീനേജിലായിരിക്കുമ്പോൾ, യൂത്ത് ആയിരിക്കുന്ന സമയത്ത് വിവാഹത്തിന് മുൻപ് തന്നെ ശ്രദ്ധിച്ചു കേൾക്കണം. വിവാഹത്തിന് മുമ്പ് തന്നെ വേണ്ടാത്ത റിലേഷൻഷിപ്സിൽ കുരുക്കി ഒരു തരംതാണ ജീവിതത്തിലേക്ക് നിന്നെ ചവിട്ടിക്കളയാൻ പിശാച് പ്രലോഭനങ്ങളുമായി മനുഷ്യരോടുകൂടി കൂടി പലതും വിന്യസിപ്പിക്കും. വീണു പോകരുത്. യോസഫ് അവിടെ നിന്ന് രക്ഷപ്പെട്ടതുകൊണ്ട് ഏറ്റവും മാന്യമായ രീതിയിൽ, രാജകീയമായ രീതിയിലുള്ളൊരു വിവാഹം നടന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ടതുകൊണ്ട് രാജകീയമായ രീതിയിലുള്ളൊരു വിവാഹം അവിടെ നടന്നു.
ഒരു ഓനിലെ പുരോഹിതൻ്റെ മകളെ, മോശയുടെ കാര്യത്തിൽ അത് തന്നെ, മിദ്യാനിൽ പോയി ഇത്രോ എന്ന് പറയുന്നൊരു പുരോഹിതൻ്റെ മകളെയാണ് വിവാഹം കഴിച്ചത്. ഇവിടെ കണ്ടോ, ഇത് എന്ത് പുരോഹിതനാണെന്നൊന്നും എനിക്ക് വ്യാഖ്യാനിക്കാൻ അറിഞ്ഞുകൂടാ. ഏതായാലും ദൈവഭക്തിയുള്ള നല്ലൊരു കുടുംബത്തിൽ നിന്നും വളരെ നല്ലൊരു പെൺകുട്ടിയെയാണ് അദ്ദേഹത്തിന്, ആസനത്തിനെയാണ് അദ്ദേഹത്തിന് ജീവിത പങ്കാളിയായി കിട്ടിയത്. അപ്പോൾ ഇത് കാണുന്ന എല്ലാവരോടും ഞാൻ പറയാം, കാണുന്ന എല്ലാ പ്രപ്പോസലുകളും അല്ലെങ്കിൽ കാണുന്ന എല്ലാ മെസ്സേജുകളും ചാറ്റുകളും ഇത് ഒന്നിൻ്റെ പിന്നാലെ പോയി ജീവിതം തകർക്കരുത്. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. ദൈവം ചെയ്യുന്നതെല്ലാം മേത്തരമായിരിക്കും. എഴുതി വെക്കുക, whatever God does will be the best. ദൈവത്തിൽ നിന്ന് വരുന്നത് ഏറ്റവും നല്ലതായിരിക്കും. പക്ഷെ അതിനുവേണ്ടി കാത്തിരിക്കണം. 16 വയസ്സുള്ളപ്പോൾ, 14 വയസ്സുള്ളപ്പോൾ, 15 വയസ്സുള്ളപ്പോൾ, 17, 18 വയസ്സൊക്കെ ഉള്ള സമയത്ത് കല്യാണം കഴിക്കാൻ വേണ്ടി തിരക്കൂട്ടേണ്ട ആവശ്യമുണ്ടോ? അത് സമയമായിട്ടില്ലല്ലോ. ഗവൺമെൻറ് പോലും സമ്മതിക്കുന്നില്ലല്ലോ. പിന്നെ എന്തിനാ ഇപ്പോഴേ റിലേഷൻഷിപ്സിൽ പോയി വീഴുന്നത്? ചിന്തിക്കുക. ഇതിൻ്റെ എല്ലാ ആഘാതം മരണം വരെ നിൽക്കാം. ഇതിന് പലതൊന്നും ബ്രേക്ക് ഓഫ് ചെയ്ത് പോരും. പക്ഷേ ബ്രേക്ക് ഓഫ് ചെയ്ത് പോരുമ്പോൾ നിൻ്റെ പലതും നഷ്ടപ്പെട്ടിരിക്കും. എന്നിട്ടാണ് പറഞ്ഞു പോരുന്നത്. ആരനുഭവിക്കുന്ന അവരവർ തന്നെ. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ഒരു ഭാവി ദൈവം നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അതിന് മുൻപ് ചില കെണികളുമായി, എലിക്കത്രിക പോലെ എലിക്കത്രിക ഞാൻ വെച്ചിട്ടുണ്ട് വളരെ ഫ്രഷ് എലിയെ പിടിക്കാൻ. അപ്പം എങ്ങനെയാണ്, ഒരു സ്പ്രിങ്ങിൽ ഒരു സാധനമൊക്കെ വെച്ച് ഇങ്ങനെ പൊക്കി വയ്ക്കും. പക്ഷെ അതിൻ്റെ മുമ്പിൽ എലിക്കിഷ്ടപ്പെട്ട ഏറ്റവും ഡെലീഷ്യമായ ഒരു കോക്കനട്ടിൻ്റെ തേങ്ങയുടെ ഒരു പീസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു സാധനത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. അത് തിന്നാൻ വേണ്ടി അത് അനങ്ങുന്ന സമയത്ത് ഇതിൻ്റെ കഴുത്തിൽ വീഴും. ഇതുപോലെ ഒരു പെൺകുട്ടിയുടെ, ആൺകുട്ടിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പുറകെ പോയി കത്രികയിൽ വീഴരുത്. പിന്നെ ഊരിപ്പോരാൻ സാധ്യമല്ല. ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽപ്പെട്ട പലരും കരഞ്ഞ് നിലവിളിച്ചും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നാൽ ഏറ്റവും മനോഹരമായത് ദൈവം ചെയ്തു തരും. 45 ഇന്നലെ വായിച്ചത്, ഒരിക്കൽ കൂടെ വായിച്ചേക്കാം. ഫറവോൻ യോസഫിന് സാപ്നത്ത് പനേഹ് എന്ന് പേരിട്ടു. ഓനിലെ പുരോഹിതനായ പൊത്തിഫേറയുടെ മകൾ ആസ്നത്തിന് അവന് ഭാര്യയായി കൊടുത്തു. പിന്നെ യോസഫ് മിസ്രയീം ദേശത്ത് സഞ്ചരിച്ചു. അവിടെ ആൻഡ് ജോസഫ് വെൻ ത്രൂ ഔട്ട് ദ ലാൻഡ് ഓഫ് ഈജിപ്ത്. അപ്പോൾ അവൻ ഈ പൊസിഷൻ കിട്ടിയ കല്യാണം കഴിഞ്ഞ ശേഷം നേഷൻ വൈഡായി ഒരു ട്രാവൽ ചെയ്തു. ഒരുപക്ഷെ എൻ്റെ വിശ്വാസം ലാൻഡ് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ കിടപ്പ് എങ്ങനെയാണ്, എത്രത്തോളം വിസ്തൃതിയുണ്ട്, എൻ്റെ ഊഹമാണ്. എത്രത്തോളം പാടശേഖരങ്ങളുണ്ട്, വയലുകൾ എത്രയുണ്ട്, എത്രത്തോളം കൊയ്ത്തിന് സാധ്യതയുണ്ട്, എത്ര വോളിയം ഹാർവെസ്റ്റ് വരും, അതിൽ നിന്ന് എത്രത്തോളം മാറ്റണം, എത്ര വലിയ ഗോഡൗണുകൾ പണിയണം എന്നതിൻ്റെ ഒരു അസസ്മെൻറ്റിനാകാം അദ്ദേഹം പോയത്. അപ്പോൾ ഒരു ഹണിമൂൺ ട്രിപ്പ് പോയാകാം, ഐ ഡോണ്ട് നോ. 46 Joseph was 30 years when he entered the service of Pharaoh the king of Egypt. 46-ാമത്തെ വചനം. യോസഫ് മിസ്രയീം രാജാവായ ഫറവോൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. അപ്പോൾ 17 വയസ്സിൽ തുടങ്ങിയ ദുരിതമാണ്. 13 വർഷം സഹിച്ചു. 30 വയസ്സായപ്പോഴാണ് തൻ്റെ മുമ്പിൽ ചില വഴികൾ, വാതിലുകൾ തുറന്നു വരുന്നത്. പക്ഷെ ദൈവം തുറന്നപ്പോൾ എത്ര വലിയ വഴിയാണ് തുറന്നത്. ഒരു പക്ഷേ ഈ പൊത്തിഫറിൻ്റെ ഭാര്യ ഇവൻ്റെ കൂടെ ഇങ്ങനെ പുറകെ നടന്നപ്പോൾ അവനെങ്ങാലും വഴങ്ങിയിരുന്നെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞു, ഒരുപക്ഷെ അവനൊരു പ്രമോഷനും കൂടി കിട്ടി, ഒരുപക്ഷെ കുറച്ചുകൂടിയൊക്കെ ഇത് അവളുടെ ശുപാർശയിലൊക്കെ ചില കയറ്റങ്ങളൊക്കെ കിട്ടിയേനെ. പക്ഷെ എവിടെ വരെ ഉയരും? പൊത്തിഫറിൻ്റെ ഭാര്യയെ ഉയർത്താൻ പോയാൽ എവിടെ വരെ ഉയരും? പകരം ഒരുപക്ഷെ അതോടെ അവൻ്റെ ജീവിതം തീർന്നിരിക്കും. എന്നാൽ ദൈവം ഉയർത്തുമ്പോൾ എവിടെ വരെ ഉയരും? ആ വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യോസഫ് ഫറവോൻ്റെ സന്നിധാനത്തിൽ പുറപ്പെട്ട മിസ്രയീം ദേശത്ത് ഒക്കെയും സഞ്ചരിച്ചു. അപ്പം അവനിങ്ങനെ ട്രാവൽ ചെയ്യണം, ഒത്തിരി രാജ്യത്തെ പഠിച്ചു.
എന്നാൽ സുഭിക്ഷമായ 7 സംവത്സരവും ദേശം സമൃദ്ധിയായി വളർന്നു. പറഞ്ഞതുപോലെ തന്നെ അടുത്ത വർഷം മുതലുള്ള 7 വർഷം ദേശം സമൃദ്ധിയായി വിളഞ്ഞു. മിസ്രൈം ദേശത്ത് സുഭിക്ഷത ഉണ്ടായ 7 സംവത്സരത്തിലെ ധാന്യം ഒക്കെയും അവൻ ശേഖരിച്ച് പട്ടണങ്ങളിൽ സൂക്ഷിച്ചു. ഓരോ പട്ടണത്തിൽ ചുറ്റുവട്ടത്തുമുള്ള നിലത്തിലെ ധാന്യം സൂക്ഷിച്ചു. അവിടെ അടുത്തൊരു വചനമുണ്ട്. അങ്ങനെ യോസഫ് കടൽക്കരയിലെ മണൽ പോലെ എത്രയും വളരെ ധാന്യം ശേഖരിച്ചു വെച്ചു. അളപ്പാൻ കഴിവില്ലാകിയാൽ അളവ് നിർത്തിക്കളഞ്ഞു. എന്ന് വെച്ചാൽ ഒരു ദൈവികമായൊരു സമൃദ്ധി അവിടെ അങ്ങ് വന്നിട്ട്, ആദ്യമൊക്കെ അവിടെ ഓരോന്നിനും അക്കൗണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇത്ര പറ, അല്ലെങ്കിൽ ഇത്ര ധാന്യം, ഇത്ര ചാക്ക് ധാന്യം, ഇത്ര ടൺ, അല്ലെങ്കിൽ ഇത്ര ക്വിൻ്റൽ, ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ അളക്കുന്നവരും അളവെഴുതി സൂക്ഷിക്കുന്നവരും തളർന്നു. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പിടിവിട്ടുപോയി. അത്രത്തോളം ധാന്യം വിളഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ വെയർ ഹൗസുകൾ, അല്ലെങ്കിൽ സ്റ്റോർ ഹൗസുകൾ, ഗോഡൗണുകൾ അദ്ദേഹം എല്ലാ പട്ടണങ്ങളിലും പണിതു. ചുറ്റുമുള്ളതിൽ നിന്നും അതത് സ്ഥലത്തേക്ക് സ്റ്റോർ ഹൗസിലേക്ക് കൊണ്ടുവന്ന് സൂക്ഷിക്കാൻ തുടങ്ങി. എന്നിട്ട് പറയുകയാണ്, ക്ഷാമകാലം വരും മുമ്പേ യോസഫിന് 2 പുത്രന്മാർ ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനായ പൊത്തിഫേറയുടെ മകൾ ആസ്നത്ത് പ്രസവിച്ചു. തൻ്റെ ഭാര്യയുടെ പേരാണല്ലോ ആസ്നത്ത്. 2 മക്കൾ ഉണ്ടായി. എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കിയെന്ന് പറഞ്ഞ് യോസഫ് തൻ്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എഫ്രൈം എന്ന് പേരിട്ടു. അപ്പോൾ 2 പിള്ളേരായി. ആ പിള്ളേർ ജനിച്ചു. അവർക്ക് പേരിടുന്ന രംഗമാണ് ഇവിടെ വരുന്നത്. ഇത് വളരെ പ്രൊഫൗണ്ടായിട്ടുള്ളൊരു ഭാഗമാണ്, പേരിടുന്ന ഭാഗവും എല്ലാം. സാധാരണ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് മനശ്ശെ എന്ന് പേരിട്ടു. ജോസഫ് നെയ്മഡ് ഹിസ് ഫസ്റ്റ് ബോൺ മനാസെ ആൻഡ് സെഡ്, ഇറ്റ് ഈസ് ബിക്കോസ് ഗോഡ് ഹാസ് മെയ്ഡ് മീ ഫോർഗെറ്റ് ഓൾ മൈ ട്രബിൾ ആൻഡ് ഓൾ മൈ ഫാദേഴ്സ് ഹൗസ് ഹോൾഡ്. എന്ന് വെച്ചാൽ തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച കഷ്ടതകൾ, തൻ്റെ പിതൃഭവനത്തിൽ അപ്പൻ്റെ വീട്ടിൽ വെച്ച് ചെറുപ്പകാലത്ത് താൻ കടന്നുപോയ ട്രോമ, ചെറുപ്പകാലത്ത് താൻ അനുഭവിച്ച ജ്യേഷ്ഠന്മാരിൽ നിന്നൊക്കെ സഹിച്ച ക്രൂര വിനോദങ്ങൾ, അതിനൊരു പക്ഷേ ശാരീരികമായി ഒത്തിരി അബ്യൂസ് ചെയ്ത് കാണും, അവരെ പൗണ്ട് ചെയ്ത് കാണും, പഞ്ച് ചെയ്ത് കാണും, എറിഞ്ഞ് താഴെയിട്ട് കാണും. ക്രൂരമായി അവനോട് സംസാരിച്ചു, വേദനിപ്പിച്ചു, വിറ്റു. ഈ 13 വർഷത്തെ കഷ്ടതകളുടെ ഏടുകൾ തൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ ആദ്യത്തെ കുഞ്ഞ് ജനിക്കുകയല്ല, അതെല്ലാം മറന്നുപോയി. എനിക്ക് ഒത്തിരി ഇതിനെക്കുറിച്ച് പറയണമെന്നുണ്ട്. ആ കുഞ്ഞ് ജനിച്ചതോടുകൂടെ തൻ്റെ മനസ്സിൽ നിന്നും അതങ്ങ് ഇറേസായിപ്പോയി, ഡിലീറ്റായിപ്പോയി. ചില കുഞ്ഞുങ്ങൾ ജനിക്കുന്നതോടുകൂടെ ഒരു ഹീലിംഗ് നടക്കാറുണ്ട്. കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിലൂടെ വീടുകളിലെ അന്തരീക്ഷം മാറും. അപ്പോൾ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ അങ്ങനെ പേരിട്ടു. രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ എഫ്രൈം എന്നാണ് പേരിട്ടത്. എഫ്രൈം എന്നതിൻ്റെ അർത്ഥം സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇട്ടത്. The second son he named Ephraim and said, it is because God has made me fruitful. എനിക്ക് ദൈവം ഫലസമൃദ്ധി നൽകി എന്ന് പറഞ്ഞുകൊണ്ട് എഫ്രൈം എന്ന് പേരിട്ടു. ഇതിനെക്കുറിച്ച് ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പറയാനുണ്ട്. ഇന്നത്തെ സമയം തീർന്നു, നാളെ ഞാൻ പറയാം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഓൾറൈറ്റ്, ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ജനങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ദൈവികമായൊരു ഉയർച്ച എല്ലാവരെയും കാത്തിരിക്കുന്നു.
അതിനുവേണ്ടി കാത്തിരിക്കാനും ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാനും മാനുഷികമായോ പിശാചിനെ കൂട്ടുപിടിച്ചോ ലൗകികമായോ ഒന്നും ചെയ്യാതെ ദൈവം തരുന്ന ഉയർച്ച, ദൈവത്താലുള്ള ഉയർച്ച, അതിനൊക്കെ വേണ്ടി കാത്തിരിക്കാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എന്തോ വലിയ മൈഗ്രെയിൻ ഹെഡേക്സ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കഴുത്തിൻ്റെ വേദന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു മാസ്റ്റർ. അതുപോലെ ബ്ലീഡിങ്, വളരെ അനാവശ്യമായി ദീർഘമായി നിൽക്കുന്ന ബ്ലീഡിങ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാൽമുട്ടുകളിൽ സൗഖ്യം നടക്കട്ടെ. നട്ടലിൽ സൗഖ്യമാകട്ടെ. കർത്താവിൻ്റെ വലിയ വിടുതൽ ഇപ്പോൾ അങ്ങ് അയച്ചതിനായി നന്ദി. കർത്താവെ, പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സോ മച്ച്. പ്രാർത്ഥന കർത്താവ് കേട്ടിട്ടുണ്ട്. വിശ്വസിക്കുക. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ട്. മാത്രമല്ല, പ്രയർ ലൈൻ നമ്പറിൽ വിളിക്കുക. പല ശുശ്രൂഷകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സോ ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു ടുമോറോ. ബൈ ബൈ.